ഡൊണാൾഡ് ട്രംപ് ഇസ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന് പറയേണ്ടി വരും. അതെ, ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ലോകം കാത്തിരുന്ന വലിയ നീക്കം സംഭവിച്ചു കഴിഞ്ഞു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സൈന്യം തടവിലാക്കിയിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ പലരും കരുതിയത് ഇത് അമേരിക്കയുടെ വലിയൊരു വിജയമാണ് എന്നാണ്. ലോകം തന്നെ ഞെട്ടുകയും ചെയ്തു. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചത് ചൈനയുടെ പ്രതികരണമാണ്. ചൈന ചിരിക്കുകയാണ്. ചൈനീസ് ഭരണകൂടം ഇതിനെ വിളിക്കുന്നത് ഒരു സ്ട്രാറ്റജിക് ഗിഫ്റ്റ് എന്നാണ്. അമേരിക്ക തങ്ങൾക്ക് തന്ന വലിയൊരു സമ്മാനം. എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെ പറയുന്നത്? വെനസ്വേലയിലെ ഈ നീക്കം എങ്ങനെയാണ് തായ്വാന്റെ വിധി മാറ്റി എഴുതുന്നത്? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് വെനസ്വേലയിൽ നടന്നത് എന്ന് നോക്കാം. വർഷങ്ങളായി അമേരിക്കയുടെ കണ്ണിലെ കരടാണ് നിക്കോളാസ് മദൂറോ. വെനസ്വേലയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടു എന്നും ജനാധിപത്യം തകർത്തു എന്നും പറഞ്ഞാണ് ട്രംപ് ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. വളരെ സീക്രട്ടായി നടന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേഷനിലൂടെയാണ് മദൂറോയെ അമേരിക്ക കസ്റ്റഡിയിലെടുത്തത്. ഇതിനെ ഒരു ഏകപക്ഷീയമായ നടപടി എന്നാണ് ലോകരാജ്യങ്ങൾ വിളിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഭരണത്തലവനെ മറ്റൊരു രാജ്യം പോയി പിടിച്ചു കൊണ്ടുവരുന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ഇവിടെയാണ് ചൈന തങ്ങളുടെ അവസരം കാണുന്നത്. ചൈനയുടെ കടുത്ത ഭാഷയിലുള്ള പ്രതിഷേധം മഡൂറോയെ പിടികൂടിയ ഉടൻ തന്നെ ചൈനീസ് ഫോറിൻ മിനിസ്ട്രി വളരെ ഗൗരവകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി. അമേരിക്കയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം ആണെന്നാണ് ചൈന പറയുന്നത്. വെനസ്വേലയിലെ സർക്കാരിനെ അട്ടിമറിക്കുന്നത് അമേരിക്ക ഉടൻ അവസാനിപ്പിക്കണമെന്ന് ചൈന ആഞ്ഞടിച്ചു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഭരണത്തലവനെ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകുന്നത് വെറും ഗുണ്ടായിസമാണ് എന്നാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ലോകത്തിന് ജനാധിപത്യം പഠിപ്പിച്ചു കൊടുക്കുന്ന അമേരിക്കയുടെ ധാർമ്മിക നേതൃത്വത്തിന് ഏറ്റ കനത്ത പ്രഹരമാണ് ഈ നടപടിയെന്നും ഇനി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ വാഷിംഗ്ടണിന് കഴിയില്ലെന്നുമാണ് ബെയ്ജിങ്ങിന്റെ പക്ഷം. ഈ ഒരു വാദം ഉപയോഗിച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, സൗത്ത് ഏഷ്യ പോലുള്ള ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ വിശ്വാസ്യത തകർക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ചൈനയ്ക്ക് സാധിക്കും. ഇന്ന് വെനസ്വേലയാണെങ്കിൽ നാളെ അത് നിങ്ങളാകാമെന്ന ഭീതി മറ്റ് രാജ്യങ്ങളിൽ വിതയ്ക്കാൻ ചൈന ഈ അവസരം പരമാവധി ഉപയോഗിക്കുകയാണ്. ഇതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. തായ്വാൻ വിഷയം. വർഷങ്ങളായി ചൈന തായ്വാനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അമേരിക്ക പറയുന്നത് തായ്വാന്റെ സ്വയം ഭരണാധികാരം സംരക്ഷിക്കണമെന്നാണ്. എന്നാൽ വെനസ്വേലയിൽ ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ച് പ്രസിഡന്റിനെ പിടികൂടിയതോടെ അമേരിക്കയുടെ ആ വാദത്തിന് പ്രസക്തി ഇല്ലാതെ ആയി എന്ന് ചൈന വാദിക്കുന്നു. ചൈനീസ് സോഷ്യൽ മീഡിയ ആയ വീബോയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത് മറ്റൊന്നാണ്. അമേരിക്കയ്ക്ക് വെനസ്വേലയിൽ കയറി പ്രസിഡന്റിനെ പിടിക്കാമെങ്കിൽ തായ്വാനിലെ നേതാക്കളെ പിടികൂടാൻ ചൈനയ്ക്കും അവകാശമില്ലേ എന്നതാണ്. നമ്മുടെ ഭാഗമായ തായ്വാനിൽ നമ്മൾ ആക്ഷൻ എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇത് തായ്വാനെതിരെ ഭാവിയിൽ ചൈന എടുക്കാൻ പോകുന്ന സൈനിക നീക്കങ്ങൾക്ക് ഒരു മോറൽ ജസ്റ്റിഫിക്കേഷനായി ചൈന മാറ്റുകയാണ്. അതായത് അമേരിക്ക തന്നെ ഇന്റർനാഷണൽ നോംസ് ലംഘിച്ചതോടെ ഇനി തായ്വാന്റെ മേൽ ചൈന എന്ത് ആക്ഷൻ എടുത്താലും അമേരിക്കയ്ക്ക് അതിനെ ചോദ്യം ചെയ്യാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് ചൈന പറയുന്നു. അവിടെ തീരുന്നില്ല. ചൈന ചുമ്മാ ഇരിക്കുകയല്ല. പിന്നാലെ അവർ റഷ്യയെയും കൂട്ടുപിടിച്ച് യുണൈറ്റഡ് നേഷൻസിൽ അമേരിക്കയെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിഷയത്തെ UN-ൽ എത്തിച്ച് അമേരിക്കയെ ഒറ്റപ്പെടുത്താനാണ് ചൈനയുടെ ശ്രമം. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ തങ്ങളുടെ കൂടെ നിർത്തി അമേരിക്കയുടെ ഏകപക്ഷീയമായ നടപടികൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് ചൈന സ്ഥാപിക്കുന്നു, വരുത്തി തീർക്കുന്നു. അമേരിക്കയുടെ ഈ നടപടി UN ചാർട്ടറിന്റെ ലംഘനമാണെന്ന് അവർ വാദിക്കുന്നു. അമേരിക്കയെ നിയമം പാലിക്കാത്ത ഒരു രാജ്യമെന്ന് മുദ്രകുത്തുകയാണ് ചൈനയുടെ നീക്കം. ഇത് വിജയിച്ചാൽ ലോകത്തെ പല സുപ്രധാന തീരുമാനങ്ങളിലും അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ചൈനയ്ക്ക് സാധിക്കും. അതുപോലെ ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അമേരിക്കയ്ക്കെതിരെ തിരിക്കാൻ ഈ ഇൻസിഡന്റ് ചൈനയെ സഹായിക്കുന്നുണ്ട്. ചൈനയ്ക്കുണ്ടായിരുന്ന US-ന് ചുറ്റിപ്പറ്റിയുള്ള ടെൻഷൻ ഒരു പരിധിവരെ ശമിച്ചു എന്ന് പറയുമ്പോഴും ചൈനയ്ക്കേറ്റ പ്രഹരം ചില്ലറയല്ല. മഡൂറോയുടെ വീഴ്ച ചൈനയ്ക്ക് സാമ്പത്തികമായി വലിയൊരു തിരിച്ചടിയാണ്, വെല്ലുവിളിയാണ്. കാരണം വെനസ്വേലയിൽ ബില്യൺ കണക്കിന് ഡോളറാണ് ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മഡൂറോ പോയി ട്രംപ് പറയുന്ന ഒരു സർക്കാർ അവിടെ വന്നാൽ ചൈനയുടെ കോടിക്കണക്കിന് രൂപയുടെ കടം, അതായത് ഓയിൽ ബാക്ക്ഡായ ലോണുകൾ തിരിച്ചു കിട്ടാൻ പ്രയാസമാകും. കൂടാതെ ലാറ്റിൻ അമേരിക്കയിലെ ചൈനയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണറിനെയാണ് ചൈനയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതും കൂടാതെ അമേരിക്കയുടെ ഈ ബോൾഡ് മൂവ് ചൈനയെ പേടിപ്പിക്കുന്നുമുണ്ട്. ട്രംപ് ഇത്രയും അഗ്രസീവ് ആണെങ്കിൽ തായ്വാൻ വിഷയത്തിൽ ചൈന എന്തെങ്കിലും ചെയ്താൽ ട്രംപ് തിരിച്ചടിക്കില്ല എന്ന ഭയം ബെയ്ജിങ്ങിനുണ്ട്. ഇനിയുള്ള ചോദ്യം എണ്ണ വിപണിയിലെ അവസ്ഥ എന്ത് എന്നുള്ളതാണ്. ഈ ഒരു അപ്രതീക്ഷിത സംഭവത്തിന് ശേഷം ഓയിൽ മാർക്കറ്റിൽ ചെറിയൊരു ചലനം ഉണ്ടായി എങ്കിലും വലിയ തകർച്ചയുണ്ടായിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വേല. ട്രംപ് ഭരണകൂടം വെനസ്വേലയിലെ എണ്ണ ഉൽപ്പാദനം അമേരിക്കൻ കമ്പനികൾ വഴി പുനരാരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നുമുണ്ട്.
വെനസ്വേലൻ ഓയിൽ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ശരിക്കും ലോകം. അമേരിക്കൻ കമ്പനികൾ അവിടെ ഡ്രില്ലിംഗ് ആരംഭിച്ചാൽ എണ്ണ ഉൽപാദനം കൂടും, സ്വാഭാവികം. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ കാരണമായേക്കും. നിലവിൽ ഗോൾഡ്, സിൽവർ വിലകൾ വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്നത് കൊണ്ട് തൽക്കാലം മാർക്കറ്റിൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ഈ നീക്കം വെനസ്വേലയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് ആഗോള രാഷ്ട്രീയത്തിന്റെ ബാലൻസ് തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ചൈന ഇതിനെ ഒരു ഗിഫ്റ്റായി കാണുന്നുണ്ടെങ്കിലും ഇതിന് പിന്നാലെ വരാനിരിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ട്രംപിന്റെ ഈ നീക്കം അമേരിക്കയുടെ കരുത്ത് കാട്ടുന്നുണ്ടെങ്കിലും ചൈനയ്ക്ക് അതൊരു ഡിപ്ലോമാറ്റിക് ആയുധമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ തായ്വൻ കടലിടുക്കിലോ മറ്റോ കാണേണ്ടി വരുമോ എന്നും വരും ദിവസങ്ങളിൽ അറിയാം. ലോകം സുരക്ഷിതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ തെറ്റി. ആരും ഒരിടത്തും പകൽ വെളിച്ചത്തിൽ പോലും സുരക്ഷിതരല്ല. അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനമായി സ്വന്തം വീട്ടിൽ പോലും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക, മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി ഉപദ്രവിക്കുക, മുടി മുറിച്ചു മാറ്റുക, ഇതൊക്കെ മൊബൈലിൽ പകർത്തി ആഘോഷിക്കുക. ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നേരിടുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഖോക്കൻ ചന്ദ്രദാസ് എന്ന മനുഷ്യനെ ആൾക്കൂട്ടം തീ കൊളുത്തിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ബംഗ്ലാദേശിൽ ഇന്ന് ഹിന്ദുക്കൾ നേരിടുന്ന നരകം എന്താണെന്ന് വല്ല ധാരണയുമുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കേൾക്കണം. കാരണം നാളെ ഈ ദുരന്തം നമ്മുടെ വാതിലിലും മുട്ടിയേക്കാം. എന്താണ് ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പരിശോധിക്കാം. ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഈ ക്രൂരകൃത്യം മനുഷ്യത്വത്തിന് തന്നെ കളങ്കമാണ്. 40 വയസ്സുകാരിയായ ഒരു ഹിന്ദു വിധവയെ 2 പേർ ചേർന്ന് ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു. പീഡിപ്പിക്കുക മാത്രമല്ല, അവരെ ഒരു മരത്തിൽ കെട്ടിയിടുകയും മുടി മുറിച്ചു മാറ്റുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിടെയും തീർന്നില്ല. അക്രമികൾ ഈ ക്രൂരത മുഴുവൻ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. ബംഗ്ലാദേശിലെ ജനൈദ ജില്ലയിലെ കാലിഗഞ്ചിലാണ് ലോകത്തെ നടുക്കിയ ഈ ഒരു സംഭവം നടന്നത്. ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ പ്രധാന സൂത്രധാരൻ ഷാഹിൻ എന്ന ആളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ താമസിച്ചിരുന്ന സ്ഥലത്തെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു. ഏകദേശം 2 ദശലക്ഷം ടാക്ക ഇത് നൽകി ഇവർ വാങ്ങിയ സ്ഥലവും വീടും തട്ടിയെടുക്കാൻ ഷാഹിനും സംഘവും നിരന്തരം ശ്രമിച്ചിരുന്നു. ഷാഹിനും അയാളുടെ ഒരു സുഹൃത്ത് ഹസൻ എന്നയാളും ഇവർ 2 പേരും ചേർന്നാണ് ശനിയാഴ്ച രാത്രി ഇവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. പണം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യ ആക്രമണം. എന്നാൽ അവർ വഴങ്ങാതെ വന്നതോടെയാണ് ഈ നരാധമന്മാർ ആ സ്ത്രീയെ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തത്. തുടർന്ന് പുറത്തേക്ക് വലിച്ചിഴച്ച് ഒരു മരത്തിൽ കെട്ടിയിടുകയും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മുടി മുറിച്ചു മാറ്റുകയും ചെയ്തു. ഈ ക്രൂരത മുഴുവൻ വീഡിയോ എടുത്തത് മറ്റൊരു പ്രതിയാണ്. നിലവിൽ ഷാഹിൻ ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടാണ് വിവരം. പക്ഷേ ഈ അറസ്റ്റ് കൊണ്ട് മാത്രം അവിടെയുള്ള ഹിന്ദുക്കളുടെ പേടി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ആക്രമണത്തിന് പിന്നിൽ ദീർഘകാലമായുള്ള ഒരു ഭൂമി തർക്കമാണെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീക്ക് നേരെ ഇത്രയും വലിയ ഹീനകൃത്യം നടത്തിയത് പ്രദേശത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണെന്ന ആരോപണം ശക്തമാണ്. ഈ വീഡിയോ പുറത്തു വന്നതോടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വലിയ ആശങ്കയിലുമാണ്. ഇനി ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ ഒരു സംഭവം മാത്രമല്ല അതേ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതേ ദിവസം തന്നെ ശരിയാത്പൂർ ജില്ലയിൽ ഖോക്കൻ ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ ഒരു വലിയ ആൾക്കൂട്ടം ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു. അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ അടുത്തുള്ള കുളത്തിലേക്ക് ചാടിയെങ്കിലും പൊള്ളലേറ്റ പരിക്കുകൾ ഗുരുതരമായതിനാൽ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ, കൃത്യമായി പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരെ ആസൂത്രിതമായി നടക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ ബംഗ്ലാദേശിലെ നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുകയാണ്. ബംഗ്ലാദേശിൽ ഓഗസ്റ്റ് മാസത്തിലെ ഭരണമാറ്റത്തിന് ശേഷം ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ചില കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹിന്ദു വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ 2000-ലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിൽ കൊള്ളയടിക്കൽ, തീവെപ്പ്, ശാരീരിക ഉപദ്രവം തുടങ്ങിയ എല്ലാത്തരം സംഭവങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പല ഹിന്ദു കുടുംബങ്ങളും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ചൊരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടല്ല ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഇരയാക്കപ്പെടുന്നത്. മുൻപും ദുർഗാപൂജ പന്തലുകൾ തകർക്കപ്പെട്ടതും അതുപോലെ ഹിന്ദു അധ്യാപകരെ രാജിവെപ്പിക്കാൻ നിർബന്ധിച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളായ ആംനസ്റ്റി ഇന്റർനാഷണലും ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ ഭരണ സംവിധാനത്തിന് കീഴിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന ഭയാനകമായ സന്ദേശമാണ് ഇത്തരം ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ആഗോള സമൂഹത്തിന് നൽകുന്നത്. ജനാധിപത്യവും നീതിയും നടപ്പിലാക്കുമെന്ന് ഇടക്കാല സർക്കാർ അവകാശപ്പെടുമ്പോഴും നിരപരാധികൾ വേട്ടയാടപ്പെടുന്നത് തുടരുകയാണ്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമായ ആക്രമണങ്ങൾ തുടരുന്നത് ജനങ്ങളിൽ ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും നിശബ്ദരാക്കാനുള്ള
തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന വികാരമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ സംഭവങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഈ ക്രൂരമായ കൂട്ടബലാത്സംഗത്തെയും കൊലപാതകങ്ങളെയും അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം ക്രൂരതകൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് അക്രമികൾക്ക് യാതൊരുവിധ നിയമഭയവും ഇല്ല എന്നതിന്റെ തെളിവാണ്. ബംഗ്ലാദേശിൽ ഇന്ന് ഖോക്കൻ ചന്ദ്ര ദാസിനെ പോലെയുള്ളവർ കൊല്ലപ്പെടുമ്പോൾ, ഇത്തരം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ബംഗ്ലാദേശിലെ സാഹചര്യം ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഭൂമി തർക്കങ്ങൾ എന്ന് ലളിതവൽക്കരിക്കപ്പെടുമ്പോഴും മറുവശത്ത് ഇരയാക്കപ്പെടുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിലെ ദുർബലരായ മനുഷ്യരാണ്. ഒരു പരമാധികാര രാജ്യത്ത് സ്വന്തമായി വാങ്ങിയ ഭൂമിയിൽ സമാധാനമായി ജീവിക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമോ, അതോ ഇതും ഒരു വാർത്തയായി മാത്രം മാഞ്ഞു പോകുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ ഒരു രാജ്യം വെറും 20 വർഷം കൊണ്ട് അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റുന്നത് എങ്ങനെയായിരിക്കുമെന്ന്? UAE എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് അവിടുത്തെ ആകാശചുംബികളായ കെട്ടിടങ്ങളും അത്യാധുനിക സൗകര്യങ്ങളുമാണ്. എന്നാൽ ഈ കാണുന്ന ആഡംബരങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങും ഹാർഡ് വർക്കും ഉണ്ട്. അസാധ്യമെന്ന് ലോകം വിധിയെഴുതിയ പലതിനെയും വെറും ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞ ഒരു നേതാവുണ്ട്. UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഞങ്ങൾ ലക്ഷ്യമിട്ടത് വെറും മാറ്റങ്ങളല്ല, 1ാം സ്ഥാനം മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ഖസർ അൽ വതനിൽ നടന്ന ഈ വർഷത്തെ ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ പറഞ്ഞത്. വെറും 20 വർഷം കൊണ്ട് ഒരു മരുഭൂമിയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു? 16,000 തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എങ്ങനെ ഒരു മരുഭൂമിയെ സ്മാർട്ട് സിറ്റിയാക്കി മാറ്റി? ലോകം AI-യെ പേടിയോടെ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപേ AI-ക്ക് വേണ്ടി ഒരു മന്ത്രാലയം തുടങ്ങിയ UAE-യുടെ ആ മാജിക് അറിയണം. UAE-യുടെ കഴിഞ്ഞ 20 വർഷത്തെ ആ അത്ഭുതകരമായ വളർച്ചയുടെ രഹസ്യങ്ങൾ ഒന്ന് നോക്കാം. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ UAE ഫെഡറൽ ഗവൺമെന്റ് എത്രത്തോളം പ്രയത്നിച്ചു എന്നതിന് ഷെയ്ഖ് മുഹമ്മദ് തന്നെ കണക്കുകൾ നിരത്തി. ഏകദേശം 16,000 റെസല്യൂഷൻസ് ആണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ സർക്കാർ പാസാക്കിയത്. അതിനായി ചിലവാക്കിയ തുക എത്രയാണെന്നറിയാമോ? 1 ട്രില്യൺ ദിർഹമാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ വെറും പേപ്പർ വർക്കുകളിൽ ഒതുങ്ങാതെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാൻ ഈ വൻ നിക്ഷേപം സഹായിച്ചു. ഭരണരംഗത്ത് ഇത്രയും അധികം വേഗത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന മറ്റൊരു രാജ്യം ഉണ്ടാകില്ല ലോകത്ത്. ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞ ഒരു പ്രധാന കാര്യം ഇതാണ്: ഗവൺമെന്റ് എന്നാൽ വെറും ബ്യൂറോക്രസി അല്ല, അത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ടൂൾ ആണ് എന്നതാണ്. UAE-യുടെ വളർച്ചയ്ക്കായി 16,000 സ്ട്രാറ്റജികൾ അദ്ദേഹം അവതരിപ്പിച്ചു. ഓരോ പുതിയ ചുവടുവയ്പിലും UAE ലോകത്തിന് മുൻപിൽ ഒന്നാമതായിരിക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ടൂറിസം ആയാലും ടെക്നോളജി ആയാലും ഇക്കണോമി ആയാലും. UAE-യെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ ദീർഘവീക്ഷണത്തിലാണ്. ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപേ, അതായത് 2017 തന്നെ UAE ലോകത്തെ ആദ്യത്തെ AI മിനിസ്റ്ററെ, വേൾഡ്സ് ഫസ്റ്റ് AI മിനിസ്റ്ററിനെ നിയമിച്ചു. ഇന്ന് UAE-യുടെ ഭരണരംഗത്തെ എല്ലാ സെക്ടറുകളിലും AI ഒരു അടിസ്ഥാന തൂണായി മാറിയിരിക്കുകയാണ്. ടെക്നോളജി ഉപയോഗിച്ച് ഗവൺമെന്റ് സർവീസുകൾ എങ്ങനെ സ്മാർട്ട് ആക്കാം എന്നതിന് UAE ഒരു ഗ്ലോബൽ റോൾ മോഡലാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ UAE-യുടെ GDP-യിൽ ഉണ്ടായ വളർച്ച അതിശയിപ്പിക്കുന്നതാണ്. എണ്ണയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വൈവിധ്യവൽക്കരണത്തിലേക്ക് UAE മാറി. ഇന്ന് ടൂറിസം, ട്രേഡ്, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളാണ് UAE-യുടെ നട്ടെല്ല് എന്ന് വേണം പറയാൻ. ലോകത്തെ ഏറ്റവും വലിയ നിക്ഷേപക സൗഹൃദ രാജ്യമായി UAE മാറിയതും ഈ ഒരു കാലയളവിലാണ്. ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാന വിഷയം UAE ടൂറിസം സ്ട്രാറ്റജി 2031 ആണ്. 2031 ആകുമ്പോഴേക്കും ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനം 450 ബില്യൺ ദിർഹമായി ഉയർത്താനാണ് UAE ലക്ഷ്യമിടുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനായി UAE മാറ്റുക എന്നതിലുപരി ഓരോ വിനോദസഞ്ചാരിക്കും ലഭിക്കുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ സ്ട്രാറ്റജി ഊന്നൽ നൽകുന്നു. കൂടുതൽ വിദേശ നിക്ഷേപകരെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കാൻ UAE പുതിയ നിയമ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ടൂറിസത്തിനും AI-ക്കും പുറമെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത വികസനത്തെക്കുറിച്ചും മീറ്റിംഗിൽ ചർച്ചയുണ്ടായിരുന്നു. കൂടാതെ സ്പേസ് സെക്ടറിലും UAE-യുടെ പുതിയ ലക്ഷ്യങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് വിശദീകരിച്ചു. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും എമിറേറ്റൈസേഷൻ അഥവാ സ്വദേശിവൽക്കരണം ശക്തമാക്കാനുമുള്ള പുതിയ തീരുമാനങ്ങൾ ഈ മീറ്റിംഗിൽ ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന നേതാവിന്റെ കീഴിൽ UAE കൈവരിച്ച ഈ 20 വർഷത്തെ മാറ്റങ്ങൾ വെറും കണക്കുകളും വികസനവും മാത്രമല്ല, അത് ലോകത്തിന് നൽകുന്ന ഒരു വലിയ പാഠമാണ്.
കൃത്യമായ പ്ലാനിങ്ങും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തിനും ഉയരങ്ങൾ കീഴടക്കാം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ച ആ മനുഷ്യന്റെ അടുത്ത 20 വർഷം UAE എവിടെ എത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കുളിരുള്ള എന്നാൽ അതിനേക്കാൾ ഹൃദ്യമായൊരു ആഘോഷത്തിലേക്കാണ്. -20 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ മഞ്ഞുപാളികൾക്ക് നടുവിൽ നിന്ന് വിവാഹിതരാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, പൊതുവെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല പാട്ടും മേളവും സദ്യയും ഒക്കെയാണല്ലേ ഓർമ്മ വരിക. എന്നാൽ ചൈനയിലെ ഹാർബിനിൽ ഇന്ന് നടന്നത് തികച്ചും വ്യത്യസ്തമായൊരു വിവാഹമാണ്. തണുത്ത് വിറയ്ക്കുന്ന ഐസ് പാളികൾക്ക് മുകളിൽ നിന്ന് -20 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിനെ അവഗണിച്ച് 42 ജോഡികളാണ് യെസ് ഐ ഡു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഹാർബിൻ ഇന്റർനാഷണൽ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന ഈ ഗ്രൂപ്പ് വെഡ്ഡിംഗ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചൈനയിലെ ഹിലോങ് ജിയാങ് പ്രവിശ്യയിലുള്ള ഹാർബിൻ നഗരം വിന്റർ വണ്ടർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നടക്കുന്ന 42ാമത് ഹാർബിൻ ഇന്റർനാഷണൽ ഐസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഗ്രൂപ്പ് വെഡ്ഡിംഗ് നടന്നത്. ഇതിനെ 4 സീസൺസ് മീഗോ പബ്ലിക് വെൽഫെയർ വെഡ്ഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ചൈനയിലെ തന്നെ ഏറ്റവും പഴയതും വലുതുമായ ഗ്രൂപ്പ് വെഡ്ഡിംഗ് ഇവന്റ് ആണിത്. കൃത്യം 42 ജോഡികളാണ് ഇത്തവണ ഈ മഞ്ഞ് ലോകത്ത് വിവാഹിതരായത്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏറ്റവും വ്യത്യസ്തമായ ഒരിടത്ത് വേണമെന്ന് ആഗ്രഹിച്ചാണ് ഇവർ ഇവിടെ എത്തിയത്. കാഴ്ചയിലൊക്കെ അതിമനോഹരമാണെങ്കിലും സംഗതി അത്ര ഈസിയല്ല. -20 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലാണ് ഈ വധൂവരന്മാർ സ്റ്റേജിൽ കയറിയത്. ബ്രൈഡൽ ഗൗണും സൂട്ടും ഒക്കെ ധരിച്ച് കയ്യിൽ ബൊക്കെകളുമായി അവർ മഞ്ഞിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. സ്റ്റേജിൽ വെച്ച് അവർ മോതിരങ്ങൾ മാറുകയും പരസ്പരം ആലിംഗനം ചെയ്യുകയും ഒക്കെ ചെയ്തു. ഈ അതിശൈത്യത്തിനിടയിലും അവരുടെ മുഖത്തെ പുഞ്ചിരിക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഹാർബിൻ കൾച്ചർ ആൻഡ് ടൂറിസം ബ്യൂറോ ആണ് ഈ ഇവന്റ് സംഘടിപ്പിച്ചത്. ചില ദമ്പതികളുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന്. 28 വയസ്സുകാരിയായ കിൻഡർഗാർട്ടൻ ടീച്ചർ ഹു പറയുന്നത് തനിക്ക് പണ്ട് മുതലേ ഹാർബിൻ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ്. അവിടുത്തെ ഭക്ഷണവും ആളുകളുടെ പെരുമാറ്റവും ഒക്കെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും അവർ പറയുന്നു. അതുപോലെ തന്നെ സെർവിംഗിലുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥനായ കാവോ വേദോങ്ങും ഭാര്യ ഷാവോ മെന്തോങ്ങും പറഞ്ഞത് തണുപ്പ് കൂടുതലാണെങ്കിലും തങ്ങളുടെ ഹൃദയം ചൂടുള്ളതാണ് എന്നാണ്. മൈ ഹാർട്ട് ഫീൽസ് വാം എന്നാണ്. സംഘാടകർ അവർക്ക് താമസിക്കാൻ നൽകിയ ഹോട്ടലിൽ ഹീറ്റിംഗ് പാഡുകളും മഞ്ഞുതുള്ളികളെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വധൂവരന്മാരെ വെറും ഗസ്റ്റുകളെ പോലെയല്ല മറിച്ച് വളരെ കെയർ ചെയ്തുകൊണ്ടാണ് അവർ നോക്കിയതെന്ന് ഷാവോ ആവേശത്തോടെ പങ്കുവച്ചു. ഹാർബിൻ നഗരം വെറും ഒരു മഞ്ഞ് നഗരമല്ല, മറിച്ച് ഒരു സിറ്റി ഓഫ് റൊമാൻസ് ആൻഡ് വാംത്ത് കൂടിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ചൈന ഈ ഇവന്റിലൂടെ ലക്ഷ്യമിടുന്നതും ഇത് തന്നെയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഇത്തരം വ്യത്യസ്തമായ പരിപാടികൾ സഹായിക്കുന്നു. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ദമ്പതികൾ സ്റ്റേജിന് താഴെ ഇറങ്ങി ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുന്നതും വീഡിയോകൾ പകർത്തുന്നതുമൊക്കെ കാണാമായിരുന്നു. ഒരു ഫെയറി ടെയിൽ പോലെ മനോഹരമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ഈ ഇവന്റിനായി ഓൺലൈൻ വഴിയാണ് ദമ്പതികൾ അപേക്ഷിച്ചത്. വോട്ടിംഗിലൂടെയും മറ്റും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ എത്തിയതും. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ ജനക്ഷേമത്തിനായും ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് എത്തിയവർക്ക് യാത്രാവേളയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറ്റാനുള്ള മരുന്നുകൾ വരെ സംഘാടകർ കരുതിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. തണുപ്പും മഞ്ഞും വിവാഹത്തിന് ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ 42 ജോഡികൾ. ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാൻ പറ്റിയൊരു മികച്ച അനുഭവമായിരിക്കും ഇവർക്കിത്. ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് ഏകീകൃത ഗൾഫ് വിസ 2026 യാഥാർത്ഥ്യമാകുമെന്ന് സൗദി ടൂറിസം മന്ത്രി അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഷെങ്കൻ വിസ മാതൃകയിൽ ഒരു വിസ ഉപയോഗിച്ച് സൗദി, UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ 6 ഗൾഫ് രാജ്യങ്ങളിലും സന്ദർശനം നടത്താൻ ഇതിലൂടെ സാധിക്കും. ഇത് ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. UAE-യിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ ബാഗേജ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി 31-നകം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് 5 കിലോ മുതൽ 10 കിലോ വരെയുള്ള അധിക ലഗേജ് ഏകദേശം 2 ദിർഹം വരെ എന്ന കുറഞ്ഞ നിരക്കിൽ കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബമായി യാത്ര ചെയ്യുന്നവർക്കും സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നവർക്കും ഇത് വലിയ ലാഭമാണ്. 2026 ആദ്യ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പുകളിൽ മലയാളികൾക്ക് വൻ ഭാഗ്യം. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന അഷർ അലി തോട്ടംകണ്ടി ഉൾപ്പെടെയുള്ള 3 ഇന്ത്യക്കാർക്ക് കോടികളുടെ സമ്മാനം ലഭിച്ചു. പുതുവർഷത്തിൽ പ്രവാസികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷ വാർത്തകളിൽ ഒന്നാണിത്.
കഴിഞ്ഞ 5 വർഷത്തിനിടെ UAE-യിലെ തൊഴിൽ വിപണിയിൽ 101% വളർച്ച രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. വൈവിധ്യമുള്ള തൊഴിലാളികളുടെ എണ്ണത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്ന നാഫസ് പദ്ധതിയും മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയെ 2026-ലെ ഗൾഫ് ടൂറിസം തലസ്ഥാനമായി തിരഞ്ഞെടുത്തു. ലോകോത്തരമായ അടിസ്ഥാന സൗകര്യങ്ങളും ഹമദ് എയർപോർട്ടിന്റെ കണക്ടിവിറ്റിയും ദോഹയെ ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ മുൻനിരയിലെത്തിക്കുന്നു. ഈ വർഷം ഖത്തറിലേക്ക് വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്ക് പ്രതീക്ഷിക്കുന്നു. സൗദി അറേബ്യയുടെ എണ്ണ കമ്പനിയായ ആരാംകോ ഇന്ത്യയിൽ 96,000 കോടി രൂപയുടെ വമ്പൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നു. ആന്ധ്രയിലെ റിഫൈനറി പ്രൊജക്ടിലും BPCL ഓഹരികൾ വാങ്ങാനുമാണ് ചർച്ചകൾ നടക്കുന്നത്. ഇത് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷയുടെ വർഷമാണ്. പ്രവാസികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന കാലമാണ്. സാമ്പത്തികമായ ഉണർവും പുതിയ തൊഴിലവസരങ്ങളും ഒരുപോലെ ഗൾഫ് മേഖലയിൽ ദൃശ്യമാകുന്നുണ്ട്. വെനസ്വേലയിലെ രാഷ്ട്രീയ യുദ്ധക്കളം മുതൽ ഹാർബിനിലെ ആ മഞ്ഞുപുതച്ച പ്രണയവേദി വരെ ലോകം എത്രത്തോളം സങ്കീർണവും എന്നാൽ വ്യത്യസ്തവുമാണെന്നാണ് നമ്മൾ കണ്ടത്. ഒരു വശത്ത് മനുഷ്യത്വം മരവിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ മറുവശത്ത് ഭാവിയിലേക്കുള്ള വൻ കുതിപ്പുകളും പ്രത്യാശകളും നാം കാണുന്നുണ്ട്. ഒരു വശത്ത് അധികാരത്തിനായുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് അതിജീവനത്തിനായുള്ള കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്. ഇതിനിടയിലും പുരോഗതിയുടെയും സ്നേഹത്തിന്റെയും പുതിയ ചരിത്രങ്ങൾ UAE പോലെയുള്ള രാജ്യങ്ങൾ എഴുതി ചേർക്കുന്നു. വാർത്തകൾ വെറും ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, അത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ കണ്ണാടി കൂടിയാണ്. ബംഗ്ലാദേശിലെ ആ ഹിന്ദു യുവതിക്ക് എത്രയും വേഗം നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് സമാധാനം നിലനിൽക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഷെയ്ഖ് മുഹമ്മദിന്റെ ദീർഘവീക്ഷണവും ഹാർബിനിലെ പ്രണയവും നമുക്ക് നൽകുന്നത് ഒരേ സന്ദേശമാണ്. മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം. ഗുഡ് നൈറ്റ്.